ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് തോരനായാലോ. അതിനായിട്ട് ഞാൻ ദാണ്ടേ ഇവിടെ ഒരു ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായ അരപ്പിനുള്ള തേങ്ങ ഞാൻ തിരികെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പ് കത്തിച്ച് ഒരു പാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ പാനൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ചേർത്ത് കടുകും പൊട്ടിച്ച് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൂട്ടി നമുക്ക് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ദാണ്ടേ തിരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് കുറച്ച് ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ അരപ്പ് താണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താണ്ട ആ ബീട്രൂട്ടിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ഇതൾ കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആ അരപ്പ് ഒന്ന് വേവട്ടെ. ഉപ്പ് ചേർക്കാനായിട്ട് വിട്ടുപോയി. അതിന് മുകളിലേക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൂട്ടി നല്ല രീതിയിൽ ഒന്ന് തോർത്തി എടുക്കാവുന്നതാണ്. നമ്മളെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.